ധന്യ, അങ്ങനെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്താണ്? രംഗങ്ങൾ ആരംഭിക്കുകയാണ്, സീനുകൾ തുടങ്ങുകയാണ്. ജയിലിലെ, അതായത് 2025 വനിതാ ജയിലിലേക്ക് ആദ്യമായി എത്തുന്ന തടവുകാരിയാണ് ഗ്രീഷ്മ. തടവുകാരി എന്ന് ഞാൻ പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിൽ ഒരാളായിട്ട് പ്രമുഖയായിട്ടെത്തുന്ന തടവുകാരി. ഇനി ജയിലിനുള്ളിൽ എന്തൊക്കെയാണ് ഇനി ജയിലിനുള്ളിൽ കാണാൻ പോകുന്നത്? ഇനി ഗ്രീഷ്മയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ ജയിൽ പുള്ളികളെല്ലാം പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഗ്രീഷ്മയെ കണ്ടിട്ട്. കാരണം ഒരിക്കൽ ഇപ്പോൾ വിചാരണ സമയത്തൊക്കെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലായിരുന്നു. ആ സമയത്ത് അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, പുറത്ത് പറയാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നടന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരാത്ത സ്ഥിതിക്ക് നമുക്കത് പറയണ്ട. അപ്പോൾ അങ്ങനെ അവസാനം ഗതികെട്ട് മാവേലിക്കര ജയിലിലേക്ക് മാറ്റേണ്ടി വന്ന ഗതികേടിലാണ് പോലീസുകാർ. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. മാത്രമല്ല, എനിക്ക് പ്രേക്ഷകരോട് ആയി പറയാറുള്ളത്, അടുക്കള ഡ്യൂട്ടിയാണ് ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്നറിയില്ല. ജയിൽ ഫുഡൊക്കെ വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കഷായത്തിൽ കലർത്തിയതിൻ്റെ കീടനാശിനി ആ പെണ്ണുപിള്ളേരെ കയ്യിലുണ്ട് എങ്കിൽ പിന്നെ ഫുഡ് കഴിക്കുന്നവരുടെ അവസ്ഥ പറയണോ? പിന്നെ പോലീസുകാരൊക്കെ കൃത്യമായി കാര്യങ്ങളൊക്കെ നോക്കുമെന്നുള്ള ധൈര്യത്തിൽ ഞങ്ങളൊക്കെ അത് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ അകത്ത് ഗ്രീഷ്മയെ കഴിവതും അടുക്കള ഡ്യൂട്ടിയിൽ നിന്നൊക്കെ മാറ്റി വല്ല വിറവ് കഷ്ണമൊക്കെ കൊടുത്ത് വലിയ കോടാലിയൊക്കെ കൊടുത്ത് തടിയൊക്കെ അങ്ങോട്ട് അനങ്ങട്ടെ. ഒരു ചെറുപ്പക്കാരനെ കൊന്നതല്ലേ, അപ്പോൾ അങ്ങോട്ട് തടിയൊക്കെ അളങ്ങി ചപ്പാത്തി മാവൊക്കെ ഇട്ട് കുഴച്ചിടിച്ച് പരത്തി പല്ല് കൊഴിയണത് വരെ അതിൻ്റെ അകത്ത് അങ്ങ് കിടക്കട്ടിട്ട് പുറത്തേ ഇറക്കണ്ട. കാരണം കോടതി വരെ പറഞ്ഞിരിക്കുന്നു പുറത്തിറക്കിയ വീണ്ടും ഇത് കാണിക്കുമെന്ന്. അതുകൊണ്ട് ആ കാര്യം കണക്കിലെടുത്തുകൊണ്ട് ഇത് പുറത്തു പോലും ഇറക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പാർത്ത പറഞ്ഞതുപോലെ 2025 പ്രമുഖയായ ആദ്യ വനിതാ ജയിൽ പുള്ളിയാണ്. 1ാം നമ്പറാണ്, എല്ലാത്തിലും 1ാം നമ്പറാണല്ലോ. മിടുക്കിയാണ്, പഠനത്തിൽ മിടുക്കിയാണ്, നമ്പർ 1 ആണ്, ഡാൻസിൽ നമ്പർ 1 ആണ്, റാങ്ക് ഹോൾഡറാണ്, കഷായത്തിൽ കീടനാശിനി കൊടുത്ത ആളെ കൊല്ലാൻ നമ്പർ 1 ആണ്, ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിച്ച് ആളെ കൊല്ലാൻ നമ്പർ 1 ആണ്, സ്നേഹം നടിച്ച് പ്രണയിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നമ്പർ 1 ആണ്. അപ്പോൾ എല്ലാത്തിലും നമ്പർ 1 ആണ്. പോലീസുകാരോട് ട്രിപ്പിന് പോകുന്ന കുറ്റവാളികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിൽ നമ്പർ 1 ആണ്. കാരണം രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചത്. ഞാൻ അവിടെയാണ് ഞങ്ങൾ ഇരുന്ന് ഉമ്മ വെച്ചത്, ഇവിടെയാണ് ഞങ്ങൾ കെട്ടിപ്പിടിച്ചത്, അവിടത്തെയാണ് ഞങ്ങൾ താലി കെട്ടിയത്, ഇവിടെ ഇരുന്നാണ് ചേട്ടനെ ഇറുക്കി പിടിച്ചത്, ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. ഗായ്സ്, പോലീസിനെ വിളിച്ചതാ, പോലീസിനോടൊപ്പം ആടിപ്പാടിയ രംഗങ്ങളാണ് ഇതൊക്കെ. ഹലോ ഗായ്സ്, ഞാൻ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗ്രീഷ്മയുടെ താണ്ഡവം. ഗ്രീഷ്മ വിചാരിച്ചത് പോലീസുകാരെല്ലാം മറ്റേ പൊട്ടന്മാരാണ്, ഇവരെ കൊണ്ടൊന്നും ഒരു കഴിവുമില്ല, ഇവരെ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, ഞാനിങ്ങനെ ആടിപ്പാടിയൊക്കെ നടക്കും. അപ്പോൾ മറ്റേ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ശില്പ മേഡമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് മിടുക്കിയാണ്, റാങ്ക് ഹോൾഡറാണ്, കഴിവുള്ള. അപ്പോൾ എന്നെ പോലീസുകാർക്കൊക്കെ ഭയങ്കര മതിപ്പാണ്, ഞാൻ ഈ ക്രൂരകൃത്യമൊന്നും ചെയ്തതൊന്നും വലിയ സംഭവമല്ല. അപ്പോൾ ഇവർ കുറ്റപത്രമൊക്കെ കൊടുക്കുമ്പോൾ ഗ്രീഷ്മയെ രക്ഷപ്പെടുത്തണം, അവൾ പാവം കുട്ടിയാണ്, മിടുക്കിയാണ്, അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ജഡ്ജി ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം എന്ന് എഴുതി വയ്ക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടിയത്. അവർ ഈ ട്രിപ്പ് മൂടൊക്കെ ആസ്വദിച്ച് എല്ലാവരും ചുരണ്ടിയെടുത്ത് എങ്ങനെ നീ കീടനാശിനി കലക്കി, ഇതാര് കൊണ്ട് തന്ന്, ഇതെവിടെ നിന്ന് കിട്ടി, ഇവൾ ഈ ട്രിപ്പ് മൂടായതുകൊണ്ട് എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്ത് പോലീസുകാർ ഇതെല്ലാം എഴുതിയെടുത്ത് അതോടെ തീർന്ന്. അപ്പോൾ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി, ഞങ്ങളുടെ നാട്ടിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്, അവിടെ കാല് കുത്തിയപ്പോൾ കൃഷ്ണനെ ഓടിയോ എന്ന് തോന്നുന്നു എനിക്ക് സംശയമുണ്ട്, പോയ കൃഷ്ണൻ തിരിച്ച് വന്നോന്നും എനിക്ക് സംശയമുണ്ട്. പിന്നെ മറ്റേ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം അമ്മച്ചിപ്ലാവൊക്കെ ഉള്ള ക്ഷേത്രമാണത്. ഭയങ്കര പേരുകേട്ട ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിൻ്റെ മുന്നിലിരിക്കുന്നത് പിന്നെ അർജുനന് ഉപദേശം നൽകുന്ന കൃഷ്ണൻ്റെ പിന്നെ രൂപമാണ് അവിടെ മുന്നിലിരിക്കുന്നത്. തേര് നയിക്കുന്ന കൃഷ്ണനും പുറകിലിരിക്കുന്ന അർജുനനുമാണ് അവിടുത്തെ മുന്നിലെ രൂപമെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത തവണ പോകുമ്പോൾ കണ്ണനോട് ചോദിക്കണം, ഗ്രീഷ്മയെ കൊണ്ട് ഓടിയിട്ട് എന്നാണ് വന്നതെന്ന്. കാരണം പിന്നെ അർച്ചന നടത്താൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്ന കൂട്ടത്തിൽ കണ്ണനും കുറച്ച് കീടനാശിനി കൊടുത്തിരിക്കാമെന്ന് പറഞ്ഞ് കൊടുത്താൽ തീർന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഓടിയെന്നാണ് കേൾക്കുന്നത്. ഓടിയ കൃഷ്ണ തിരിച്ചു വരൂ, അകത്തായിട്ടുണ്ട്, ഇനി പേടിക്കേണ്ട, ഇനി ജയിലിനകത്തുള്ള ആളുകൾ പേടിച്ചാൽ മതി. എന്തായാലും
അതിനുശേഷം കൊളിച്ച് കുറിയൊക്കെ തൊട്ട് കറുത്ത ഡ്രസ്സ് ഒരു ചന്ദന കളർ ഷോളൊക്കെ ഇട്ട് വിധി കേൾക്കാനായിട്ട് വന്നു. എന്നെ കോടതി രക്ഷപ്പെടുത്തും, ജീവപര്യന്തമാവും, 38 വയസ്സാവാൻ ഞാൻ വെളിയിൽ ഇറങ്ങും, എന്നിട്ട് ഏതെങ്കിലും വല്ല നാട്ടിലും പോയി ജീവിക്കും, എന്നിട്ട് പറ്റുമെങ്കിൽ അവന് വിഷം കൊടുക്കും, ഇല്ലെങ്കിൽ അവനെ ഒഴിവാക്കും. ഈ കീടനാശിനി ഇനി പ്രയോഗിക്കാൻ പറ്റൂലല്ലോ, കാരണം ഗ്രീഷ്മ എന്ന് കേൾക്കുമ്പം തന്നെ അവന് മനസ്സിലാവും ഇവള് തരണം ഒന്നും മാറ്റി കുടിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് പേര് മാറ്റി മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ചെന്ന് വല്ല മൊണാലിസ എന്നും പറയണ്ടല്ലേ, അവരൊക്കെ വലിയ വലിയ നല്ല ആളുകൾ, അതുകൊണ്ട് അവരെ പേരൊന്നും പറയണ്ട. ഏതെങ്കിലും എന്ത് പേര് പറയാം, എന്ത് പേര് ഇവക്ക് യോജിക്കൂല, ഇവക്ക് കഷായം ഗ്രീഷ്മ എന്ന പേരെ യോജിക്കൂല. അപ്പോൾ പക്ഷെ അതൊരു പ്രശ്നമുണ്ട് തന്നെയാണ്, തന്നെ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. കാരണം അവൾക്കും ജീവിതം കൊടുക്കാൻ ആളുകളൊക്കെ ഉണ്ട്. ഇന്നലെ നമുക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ ഹരിദാസൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമൊക്കെ കാത്തിരിക്കുകയാണ്, ജയിലിൽ ഇറങ്ങുമ്പോൾ തന്നെ കെട്ടുമായിരിക്കും. 38 വയസ്സിൽ ഇപ്പൊ അദ്ദേഹത്തിനൊരു നമുക്ക് ഊഹിക്കാൻ ഒരു 70 വയസ്സൊക്കെ ആവുള്ളൂ, കുഴപ്പമില്ല, അദ്ദേഹം കെട്ടി സന്തോഷത്തോടെ ജീവിക്കാം. ഫാൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങി, ഗ്രീഷ്മ ഫാൻസ് അസോസിയേഷൻ വെൽഫെയർ ഫണ്ട്. ഇവള് തന്നെ കീടനാശിനി കൊടുത്ത ആളുകളെ കൊല്ലും, എന്നിട്ട് അവർക്ക് ഇവര് ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ച് പൈസ നൽകും, കേസൊക്കെ വാദിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇത് എന്താ പറയുക, ഇത് പലരും പറയുന്നുണ്ട് ഇവക്ക് വധശിക്ഷ ഹൈക്കോടതിയിലൊക്കെ പോയാൽ അത് ജീവപര്യന്തമായി മാറും. എന്തായി മാറിയാലും കാരാഗ്രഹത്തിൽ തന്നെയാണ്. ഇരട്ട ജീവപര്യന്തം കിട്ടിയാലും ജീവിതകാലം മുഴുവൻ അതിൻ്റെ അകത്ത് കിടക്കുക തന്നെ വേണം. പുറത്തിറങ്ങി ഒരു വിലസലും നടക്കില്ല മകളെ. കാരണം കോടതി MA ബഷീർ നിരീക്ഷിച്ച കാര്യങ്ങൾ ജഡ്ജി അദ്ദേഹത്തെ കൈകൂപ്പി വീണ്ടും വീണ്ടും തൊഴുകയാണ്. കാരണം അച്ഛനും അമ്മയ്ക്കും വേണ്ടി, ഷാരോണിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, 11 ദിവസമാണ് ആ ചെറുപ്പക്കാരൻ ജലപാനമില്ലാതെ കിടന്നത്. മറ്റേ ജോൺസൺ DYSP അദ്ദേഹം പറഞ്ഞത് കരൾ പറിച്ച് നൽകിയവൻ്റെ കരൾ കത്തിച്ച് ചാമ്പലാക്കിയവളാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു ദാക്ഷണ്യവും, മാധ്യമങ്ങളുടെ എന്നല്ല ഒരു ജനങ്ങളുടെ ദാക്ഷണ്യവും ഇവൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സമൂഹമുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണ്, ഇരയ്ക്കും വേട്ടക്കാരനും വേണ്ടി സംസാരിക്കാൻ ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത്. ഇപ്പം ഹണി റോസിൻ്റെ പ്രശ്നം വന്നപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ഹണി റോസിന് വേണ്ടി സംസാരിക്കാൻ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ മനുഷ്യത്വം ഒട്ടുമില്ലാത്ത ഇവളെപ്പോലുള്ളവരെയൊക്കെ എന്താ പറയുക, ഒരു പശ്ചാത്താപവും ഒരു കൂസലുമില്ല. ആരോ രക്ഷപ്പെടുത്താൻ വരുമെന്നുള്ള ധൈര്യമാണ് ഇപ്പോഴും. ഏതോ ഒരു സിനിമയിൽ കലാഭവൻ മണി പറയുന്നൊരു ഡയലോഗുണ്ട്, ഓരോ മരണവും കാണുമ്പോൾ ഞാൻ ലഹരിയായി അത് ആസ്വദിക്കാറുണ്ട്. CBI ഡയറക്ടറുപ്പ് സേതുരാമയ്യർ CBIയിൽ 2-3 തലക്കടിച്ചൊക്കെ കൊന്നതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ടായാലും ഓരോ മരണം കഴിയുമ്പോഴും ഞാനത് ആസ്വദിക്കുകയായിരുന്നു എന്നുള്ളത്. അതുപോലെയാണ്, വെൽ പ്ലാൻഡ് ആണ്. 23-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 21-ാമത്തെ വയസ്സിൽ കൃത്യമായി കാര്യങ്ങൾ, അതായത് ഇന്നലെ ഷാരോണിൻ്റെ സഹോദരൻ ഇന്നലെ ഒരു ചാനലിലിരുന്ന് പറയുന്നത് കേട്ടു, ഈ സൈനികരുമായിട്ടുള്ള ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഷാരോൺ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയതാണ്. 1 മാസത്തോളം ഇവർ തമ്മിൽ ചാറ്റുകൾ ഇല്ലായിരുന്നു, ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഇവൾ ഫോണിൽ നിന്ന് ഷാരോണിന് മെസ്സേജ് അയക്കുന്നു, എനിക്ക് കാണണമെന്ന് പറയുന്നു. പിന്നീടാണ് കാണുന്നതും വിളിക്കുന്നതും പിന്നെ എന്താ പറയുക, ഈ ജ്യൂസ് ചലഞ്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത് മെസ്സേജ് അയക്കുന്നിടത്ത് നിന്ന് ഇവൾ ഈ കൊല്ലാനുള്ള പ്ലാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്ന് ജ്യൂസിൽ പാരസെറ്റമോളിൻ്റെ ഉപയോഗം കൂടുതലായി കൊലപ്പെടുത്താം. പിന്നെ അവിടെ നിന്ന് ചിന്തിച്ചാണ് ഇങ്ങ് വരുന്നത്. ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, വേണ്ട അത് നമുക്ക് അടുത്ത ന്യൂസിൽ പറയാം. അത് അങ്ങനെ സസ്പെൻസായി നിൽക്കട്ടെ, നമുക്ക് അടുത്ത വാർത്തയിൽ അത് പൊളിക്കാം.